ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UAEയിൽ ജോലി നോക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസിനൊക്കെ ലൈക്ക് തരണം കേട്ടോ. കാരണം UAEയിൽ വരുന്ന ഏറ്റവും നല്ല പുതിയ ഓപ്പണിങ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ജോബ് ഓപ്പണിങ്സ് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ആദ്യമായി പറയാൻ പോകുന്നത് ഒരു HR കോർഡിനേറ്ററിൻ്റെ വേക്കൻസിയാണ്. ലൊക്കേഷൻ ദുബായ് ആണ്. എക്സ്പീരിയൻസ് ചോദിക്കുന്നത് 3 to 6 years എക്സ്പീരിയൻസ് വേണമെന്നാണ് അവർ പറയുന്നത്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് 3 to 6 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ HR കോർഡിനേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിൻ, ഓപ്പറേഷൻസ് എക്സെട്ര എന്നിവയിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നാണ്. പിന്നെ ഇതിൽ മസ്റ്റായിട്ട് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എക്സൽ നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എക്സൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, VLOOKUP, HLOOKUP, പിവോട്ട് ടേബിൾ എക്സെട്ര ഇതൊക്കെ ആയിരിക്കും. അതേപോലെ ഒരു 1500 സ്റ്റാഫിൻ്റെ ഡേറ്റാബേസ് മാനുവലി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതേപോലെ ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസ്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള കോൺഫിഡൻസും ഉണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ അയച്ചിട്ട് കൊടുക്കുക. ഞാൻ ആ ഇമെയിൽ ഐഡി ഒന്നുകൂടെ പറയാം: career@dicetechuae.com. നിങ്ങൾക്ക് സ്ക്രീനിൽ നന്നായിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇമെയിൽ ഐഡി നോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ടേക്ക് നിങ്ങളുടെ റെസ്യൂമെ വിത്ത് കവർ ലെറ്റർ നിങ്ങൾ സെൻഡ് ചെയ്യുക കേട്ടോ. ഇനി രണ്ടാമത് വന്നിരിക്കുന്ന വേക്കൻസി കാണിച്ചു തരാം. അതൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറിൻ്റെ ഒരു പോസ്റ്റാണ്. കമ്പനിയുടെ പേര് ഗ്രാൻഡിയോസ് എന്നാണ് കേട്ടോ. അപ്പം ഡീറ്റെയിൽസ് നോക്കാം. ഗ്രാൻഡിയോസ് ഈസ് കറൻ്റ്ലി ഹയറിംഗ് അസിസ്റ്റൻറ്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇത് എന്തിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ലീസിങ് ആൻഡ് റീറ്റെയിൽ സ്റ്റോർസ് എക്സ്പാൻഷനാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, റീറ്റെയിൽ ഫീൽഡിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു വേക്കൻസിയാണ്, നല്ലൊരു വേക്കൻസിയാണ്. ലൊക്കേഷൻ അബുദാബിയാണ്. അതേപോലെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കേണ്ട ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്: vikal.j@grandiose.net. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഇമെയിൽ ഐ ഡി നോട്ട് ചെയ്യുക. അതിലോട്ടേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ റെസ്യൂമെ അയക്കേണ്ട സമയത്ത് അതിൻ്റെ മെയിലിൻ്റെ സബ്ജക്റ്റ് ലൈനിനകത്ത് നിങ്ങളുടെ ഈ പൊസിഷൻ, അതായത് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നുള്ള ആ ഒരു പൊസിഷൻ നിങ്ങൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു വേക്കൻസി റിലേഷൻഷിപ്പ് ഓഫീസറുടെ ഒരു വേക്കൻസിയാണ്. ഇതിനവർ പറയുന്ന സാലറി അപ് ടു 9000 AED പ്ലസ് ഇൻസെൻറ്റീവ് ആണ്. അപ് ടു 9000 AED എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സാലറിയാണ്, പ്ലസ് ഇൻസെൻറ്റീവ്സും ഉണ്ട്. അതേപോലെ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് മിനിമം ഒരു 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് എങ്കിലും ബാങ്കിങ് സെയിൽസിലുണ്ടാവണം എന്നാണ്. ബാങ്കിങ് സെയിൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു കാറ്റഗറി എന്താണെന്നുള്ള കാര്യം. ഇതിൻ്റെ ലൊക്കേഷൻ ഇത് അബുദാബിയിലും ഉണ്ട്, ദുബായിലും ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, അബുദാബി ആൻഡ് ദുബായ് ആണ്. ഇതിനകത്ത് അവർ ഒരു കാര്യം കൂടെ പറയുന്നത്, ഹോം കൺട്രിയിൽ, അതായത് ദുബായിൽ തന്നെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വേണം നിർബന്ധമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിങ് സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അവർ കൺസിഡർ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം, കാൻഡിഡേറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ UAE ഫോർ ഇൻ്റർവ്യൂ. അതായത് നിങ്ങൾ വിസിറ്റ് വിസയിൽ അവിടെ ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒരു ഇമെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ അയയ്ക്കുക. ഇമെയിൽ ഐ ഡി ഞാൻ പറയാം: shivani@factemployment.ae. ഒരിക്കൽ കൂടെ പറയാം: shivani@factemployment.ae. ഇനി നാലാമത് വന്നിരിക്കുന്ന വേക്കൻസി പരിചയപ്പെടുത്താം: ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്. എനിക്കറിയില്ല എന്താണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് എന്ന്, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ അവർക്ക് വേണ്ടി വേക്കൻസി പറഞ്ഞുതരാം. ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഇതിന് വേണ്ട ഒരു ക്രൈറ്റീരിയ DHA എലിജിബിലിറ്റി ഓർ ലൈസൻസ് ഹോൾഡർ ആയിരിക്കണം. അതായത് ദുബായിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു DHA എലിജിബിലിറ്റി അതുണ്ടാവണം. ഇതിന് പറയുന്ന സാലറി അപ് ടു 10,000 AED ആണ്. 10,000 AED എന്ന് പറഞ്ഞാൽ നല്ലൊരു സാലറിയാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് സാലറി ഉണ്ട്. ലൊക്കേഷൻ ദുബായ് ആണ്. അതിനകത്ത് ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളിതിനകത്ത് റെസ്യൂമെ ഷെയർ ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ നന്നായിട്ട് ശ്രദ്ധിക്കുക: hr.vhireyoustaffing.solutions@gmail.com എന്നാണ് ഇമെയിൽ ഐ ഡിയുടെ പേര്. ഒരിക്കൽ കൂടെ പറയാം: hr.vhireyoustaffing.solutions@gmail.com എന്നാണ് ഇമെയിൽ ഐ ഡിയുടെ പേര്. നിങ്ങൾ റെസ്യൂമെ അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈനിനകത്ത് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ. അത് മറക്കരുത്.
ഇനി അടുത്തൊരു വേക്കൻസി പരിചയപ്പെടുത്താം. IT എഞ്ചിനീയറാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അബുദാബിയാണ്. ഇനി ഇതിൻ്റെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് പറഞ്ഞുതരാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്മ്യൂണിക്കേഷൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവണം കേട്ടോ. പ്രത്യേകിച്ച് ബാച്ചലർ ഡിഗ്രി ആണെങ്കിൽ അത്രയും നല്ലത്. ഇനി പ്രൂവൺ 2 to 3 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ്, 2 തൊട്ട് 3 വർഷം വരെ ഒരു IT എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. അതേപോലെ ഇൻഡെപ്ത് നോളജ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇനി എൻഷുർ ദാറ്റ് എ കമ്പനീസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ഇൻസ്റ്റാൾഡ് ആൻഡ് മെയിൻറ്റെയിൻ. സോ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്റ്റാളേഷനും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും നെറ്റ്വർക്കിങ്ങും ട്രബിൾ ഷൂട്ടിങ്ങും ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ വായിക്കുന്നില്ല. നിങ്ങൾക്കിത് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് തന്നെ സ്ക്രീൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഇത് സീനകത്ത് പറയുന്നുണ്ട് കൺഫിഗർ ആൻഡ് ഇൻസ്റ്റാൾ ന്യൂ സോഫ്റ്റ്വെയർ. സോ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നോളജ് ഇൻ ഫയർവാൾ മാനേജ്മെൻറ്റ്, ഫോർട്ടിഗേറ്റ്, അഷ്യൂർ AD, VMware, ഷെയർ പോയിൻറ്റ്, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് 365 ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് റെസ്യൂമെ അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. ronnie.george@e20.a. ഒരിക്കൽ കൂടെ പറയാം, ronnie.george@e20.a. ഈ ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ റെസ്യൂമെ അയക്കുക. ഇനി അടുത്തത് 6ാമത്തെ വേക്കൻസിയാണ് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് മാനേജർ. ഒരിക്കൽ കൂടെ പറയാം, അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് മാനേജർ. അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് മാനേജർ പൊസിഷൻ ഫോർ എ ഹോളിഡേ ഹോംസ് കമ്പനി. ഇതൊരു ടൂറിസം ബേസ് ആയിട്ടൊരു കമ്പനിയാണ്. ലൊക്കേഷൻ ദുബായ് മറീനയിലാണ് വരുന്നത്. സോ ഇതിനകത്ത് അവർ പറയുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഇൻ വിസിറ്റ് വിസ ഓർ ക്യാൻസൽഡ് വിസ. നിങ്ങളിപ്പോൾ വിസിറ്റ് വിസയിൽ ദുബായിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല സാലറിക്കുള്ളൊരു ഓപ്പണിംഗ് ആണ്. സോ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ക്യാൻ ജോയിൻ ഇമ്മീഡിയറ്റ്ലി. നിങ്ങളുടെ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കാൻ വേണ്ടി ഒരു ഇമെയിൽ ID കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ, admin@zingo.ae. ഒരിക്കൽ കൂടെ പറയാം, admin@zingo.ae. ഇനി 7ാമത്തെ വേക്കൻസി പറഞ്ഞുതരാം, റിലേഷൻഷിപ്പ് ഓഫീസർ. ശ്രദ്ധിക്കുക, ഞാൻ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഓഫീസർ പറഞ്ഞു. ഇതല്ല, ഇത് മറ്റൊരു കമ്പനിയാണ്. സോ അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ഇതിനകത്തും സിമിലർ ബാങ്കിങ് ഫീൽഡ് തന്നെയാണ്. സോ ഞാൻ ഒരിക്കൽ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, നിങ്ങൾ കേട്ടോളൂ. അർജൻറ്റ് ഹയറിംഗ് ബാങ്കിങ് സെയിൽസ് ഓർ സെയിൽസ് പ്രൊഫഷണൽസ്. അത് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ, ഈ ഒരു ഡിവിഷനിലോട്ടാണ്. ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്. ഇതിന് പറഞ്ഞിരിക്കുന്ന സാലറി അപ് ടു 5,000 AD ആണ്. അതായത് ഫിക്സ്ഡ് സാലറി ആണ് കേട്ടോ, വേരിയബിൾ സാലറി അല്ല. ഫിക്സ്ഡ് സാലറി അപ് ടു 5,000 എന്ന് പറയുമ്പോൾ തന്നെ നല്ല സാലറിയാണ്, പ്ലസ് കമ്മീഷൻ. ഇതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞാൽ വർക്ക് വിസ കിട്ടും. അതേപോലെ ഇൻഷുറൻസ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ കമ്പനി. പിന്നെ ഇൻസെൻറ്റീവും കമ്മീഷനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഇതിന് റിക്രൂട്ട്മെൻറ്റ് വേറെ ചാർജോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മിനിമം 1 year എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് സെയിൽസ്, ഇൻഷുറൻസ് സെയിൽസ്, UAE ഓർ ഹോം കൺട്രി. UAE ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇന്നത്തെ ഒരു ക്രൈറ്റീരിയ. വിസിറ്റ് വിസയിൽ നിങ്ങൾ ദുബായിലുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട, നിങ്ങൾ പോയിക്കൊള്ളുക. നിങ്ങൾക്ക് റെസ്യൂമെ അയക്കാൻ വേണ്ടിയുള്ളത് ഇമെയിൽ ID ഞങ്ങൾ കാണിക്കുന്നത്. ഈ ഇമെയിൽ IDയിലോട്ട് തന്നെ നിങ്ങൾ റെസ്യൂമെ അയക്കുക. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഇത്രയും വേക്കൻസികളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ്. വീണ്ടും ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി റിക്വയർമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഓപ്പണിങ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. നിങ്ങൾ ദയവായിട്ട് വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.